2024 മാറ്റങ്ങളുടെ വർഷമായിരുന്നു. ഇത്തവണത്തെ വാർത്താമുഖങ്ങളായ മലയാളി പെണ്ണുങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. വയനാട്ടുകാരി ശ്രുതിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വർഷമായിരിക്കും 2024. അവളുടെ നഷ്ടങ്ങളുടെ കണക്കെടുക്കുക തീർത്തും പ്രയാസം. ചൂരൽമലയിലെ ഉരുളെടുത്തത് ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ള 9 കുടുംബാംഗങ്ങളെയായിരുന്നു. മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ടു. ആശുപത്രി കിടക്കയിൽ വെച്ച് പ്രിയപ്പെട്ടവനെ അവസാനമായി കണ്ട ശ്രുതിയുടെ ചിത്രം മലയാളികൾ ആരും മറക്കാനിടയില്ല. മുന്നോട്ടു പോകാനുള്ള കരുത്തുമായി ചെറുപുഞ്ചിരിയോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അവളെ പക്ഷേ സൈബർ ഇടങ്ങൾ വെറുതെ വിട്ടില്ല. ഡിസംബർ 9 കൽപ്പറ്റ കളക്ടറേറ്റിലെ ക്ലർക്കായി ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു. നിറചിരിയോടെ അവൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു. മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കൈത്താങ്ങായതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയാണ്. ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യമെന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയും. 2024 വാർത്താമുഖങ്ങളിൽ ഏറ്റവും ഭംഗി ഏതിനാണെന്ന് ചോദിച്ചാൽ ഉറപ്പായും ആ ചിരിയും അതിലുണ്ടാകും. കാനിൽ നിറഞ്ഞ മലയാളി ചിരികളായിരുന്നു 2024 മറ്റൊരു തിളക്കമുള്ള ഏട്. ലോക പ്രശസ്തമായ ചലച്ചിത്രമേളയിൽ നടിമാരായ ദിവ്യപ്രഭയ്ക്കും കനി കുസൃതിക്കും ലഭിച്ച കയ്യടി മലയാള സിനിമയ്ക്ക് കൂടി ഉള്ളതായിരുന്നു. പായൽ കബാഡിയേക്കും ഛായാകഥത്തിനുമൊപ്പം മലയാളി പെണ്ണുങ്ങളും കാനിലെ അഭിമാന താരങ്ങളായി. സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ വേദിയായിരുന്നു ഈ വർഷത്തെ IFFKയും. സംവിധായികമാരുടെ 52 സിനിമകളായിരുന്നു മേളയിൽ പ്രദർശിപ്പിച്ചത്. മലയാളികളായ ആദിത്യ ബേബിയും ശോഭന പടിഞ്ഞാറ്റിലും ഇന്ദുലക്ഷ്മിയും ശിവരഞ്ജിനിയുമെല്ലാം മേളയുടെ മുഖങ്ങളായി. ഒപ്പം മലയാള സിനിമയുടെയും എക്കാലത്തെയും പ്രിയപ്പെട്ട താരമായ ഉർവശിയെ മലയാളികൾ വീണ്ടെടുത്ത വർഷം കൂടിയായിരുന്നു 2024. ഉള്ളൊഴുക്കിലൂടെ ഉർവശി പ്രേക്ഷകരുടെ ഉള്ളം നിറച്ചു. ഏറ്റവും കൂടുതൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന നടിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി എഴുതി. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയ വർഷം കൂടിയായിരുന്നു കടന്നുപോകുന്നത്. സിനിമാ ഇടങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയുള്ളതാണെന്ന് മലയാളികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നതിൽ WCCയുടെ പങ്ക് നിർണായകമായിരുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാനൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് പുറത്തിറങ്ങിയത് സിനിമാ വ്യവസായത്തിലെ തന്നെ നാഴികക്കല്ലായിരുന്നു. ലിംഗസമത്വമുള്ള തൊഴിലിടങ്ങൾക്കായി വാദിക്കുന്ന WCCയുടെയും ഒരു കൂട്ടം പെണ്ണുങ്ങളുടെയും വിജയം കൂടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. വാർത്തകളിൽ എന്നും ഇടം പിടിച്ച മുഖങ്ങളിൽ ഒന്നായിരുന്നു നയൻതാര. ഈ വർഷത്തെയും വാർത്താമുഖങ്ങളിൽ നയൻതാര ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ടിലധികമായി അഭിനയ രംഗത്ത് നിറഞ്ഞു നിൽക്കുക എന്നത് ഒരു നടിയെ സംബന്ധിച്ച് ഒരിക്കലും ചില്ലറ കാര്യമല്ല. താരത്തിന്റെ 40ാം പിറന്നാൾ ആഘോഷപൂർവ്വം ആരാധകർ ഏറ്റെടുത്തു. നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയെന്ന് മാത്രമല്ല വിവാദങ്ങളും ഉണ്ടായി. നടി ധനുഷിനെതിരെ രംഗത്തെത്തിയത് സിനിമാ ലോകത്ത് ഒന്നാകെ ചർച്ചയായി. കായിക രംഗത്തെ മലയാളി സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് പറയാതെ 2024 വിശേഷങ്ങൾ പൂർത്തിയാകില്ല. പ്രത്യേകിച്ചും ക്രിക്കറ്റിൽ മിന്നുമണിയും ആശാശോഭനയും സജന സജീവനും കേരളത്തിന്റെ ക്രിക്കറ്റ് പെരുമ വാനോളം ഉയർത്തി. ആശയും സജനയും ഇന്ത്യൻ വനിതാ 2020 ടീമിൽ അരങ്ങേറ്റം കുറിച്ച വർഷം കൂടിയായിരുന്നു ഇത്. 2024 മലയാളികളുടെ വായനാ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേട്ട പുസ്തകങ്ങളാണ് ആത്രേയകവും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും. എഴുത്തുകാരായ R രാജശ്രീയും നിമ്ന വിജയും ബെസ്റ്റ് സെല്ലർ എഴുത്തുകാരിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ സൈബർ അറ്റാക്കുകൾ നേരിട്ട ഡോക്ടറും P സരിന്റെ ഭാര്യയുമായ സൗമ്യ സരിനും ഈ വർഷം കേരളം ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു. ദിവ്യ S അയ്യർ, സാന്ദ്ര തോമസ്, പത്മജ വേണുഗോപാൽ, പട്ടികയിൽ ഇനിയുമുണ്ട് പേരുകൾ. 2024 വാർത്താമുഖമായി നിങ്ങൾക്ക് തോന്നിയ ആ മലയാളി സ്ത്രീ ആരാണ്?